ഹായ് ഓൾ, നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് എന്ന പുസ്തകമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 3 യൂണിറ്റ് കഴിഞ്ഞു. 4ാമത്തെ യൂണിറ്റ് ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സർ, ആ ഒരു യൂണിറ്റാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാണ്. ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും വരെ എത്തി നിന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ബ്രിട്ടീഷുകാർ ബംഗാളിൽ നടത്തിയിട്ടുള്ള പല പല നീക്കങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ അവിടുത്തെ ബംഗാളിലെ നവാബിനെ ചൊടിപ്പിച്ചതും അങ്ങനെ അവർ തമ്മിൽ ഒരു തർക്കത്തിൽ എത്തുകയൊക്കെ ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് കിടക്കാം. അതിനു മുമ്പേ മെയിൻ റീസൺ എന്തായിരുന്നു നോക്കാം. മെയിൻ റീസൺ ബിഹൈൻഡ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി എന്തായിരുന്നു നോക്കാം. ബാറ്റിൽ ഓഫ് പ്ലാസി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നവാബിന്റെ അധികാരമില്ലാതെ, അന്നത്തെ നവാബായിരുന്ന ഷുജാ ഉദ് ദൗള എന്ന നവാബ്, ഈ ഷുജാ ഉദ് ദൗള എന്ന് പറഞ്ഞ നവാബിന്റെ അധികാരമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ബ്രിട്ടീഷുകാര് ബംഗാളിലെ അല്ലെങ്കിൽ കൽക്കത്തയിലെ പല സ്ഥലങ്ങളിലും കോട്ട കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങി, ഫോർട്ടിഫൈ ചെയ്യാൻ തുടങ്ങി. ഇതായിരുന്നു ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നവാബ് തിരിയാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് അതായിരുന്നു. അതിനു പുറമെ മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നവാബ് പുറത്താക്കിയിട്ടുള്ള രാജ്യദ്രോഹ കുറ്റത്തിന് നവാബ് പുറത്താക്കിയിട്ടുള്ള 2 വ്യക്തികളെ ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സംരക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒരു കാരണമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടായിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് പ്ലാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് 1757 ഇയർ, 1757. ഈ 1757 ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ ആണ് 1757. 1757 കഴിഞ്ഞിട്ട് കൃത്യം 100 വർഷങ്ങൾ കഴിയുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ശിപ്പായി മ്യൂട്ടണി എന്നൊക്കെ പറയുന്ന യുദ്ധം ഉണ്ടാകുന്നത് 1857. ഓക്കെ, അപ്പോൾ 1757 നിന്ന് 100 കൂടി 1857. അപ്പോൾ ഈ 2 വർഷങ്ങളും അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് കേട്ടോ. അപ്പോൾ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്ന സമയത്ത് ബംഗാളിലെ നവാബായിരുന്നത് ഷുജാ ഉദ് ദൗളയാണ്. സിറാജ് ഉദ് ദൗളയാണ് ബംഗാളിലെ നവാബായിരുന്നത്. സിറാജ് ഉദ് ദൗളയാണ് ബംഗാളിലെ നവാബായിരുന്നത്. അതേസമയം ബ്രിട്ടീഷ് പ്രസിഡൻസി ആരുടെ കയ്യിലായിരുന്നു? റോബർട്ട് ക്ലൈവിന്റെ കയ്യിലായിരുന്നു. റോബർട്ട് ക്ലൈവ് ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജ് ഉദ് ദൗള, റോബർട്ട് ക്ലൈവ് വേഴ്സസ് സിറാജ് ഉദ് ദൗളയാണ് നടക്കുന്നത്. ഇനി അപ്പോൾ നമ്മൾ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തില് നവാബിന്റെ അനുമതി ഇല്ലാതെ ബ്രിട്ടീഷുകാർ കൽക്കത്ത കോട്ട കെട്ടി സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനെതിരെ നവാബായിട്ടുള്ള സിറാജ് ഉദ് ദൗള തൻ്റെ ആർമീനെയും കൂട്ടിക്കൊണ്ട്, തൻ്റെ സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് നേരെ മാർച്ച് ചെയ്യുകയും ആ മാർച്ചിൽ സിറാജ് ഉദ് ദൗളയും അല്ലെങ്കിൽ ബംഗാളിന്റെ സിറാജ് ഉദ് ദൗളയുടെ നേതൃത്വത്തിലുള്ള ആർമി ജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ മാർച്ചിൽ വിജയം നേടിയിട്ടാണ് സിറാജ് ഉദ് ദൗള വരുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. കാരണം എന്താ? ബ്രിട്ടീഷുകാർക്ക് ആവശ്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സിറാജ് ഉദ് ദൗള അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നവാബായിരുന്നു. ബംഗാളിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നവാബായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നവാബിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു പപ്പറ്റ് റൂളറിനെ, ഒരു ബ്രിട്ടീഷുകാർക്ക് കീഴിൽ നിൽക്കുന്ന, ബ്രിട്ടീഷുകാർ പറയുന്ന ഒക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു ഭരണാധികാരിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യം നിറവേറാൻ വേണ്ടി ബ്രിട്ടീഷുകാർ നിരന്തരം നവാബിനെ, സിറാജ് ഉദ് ദൗളേനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം 1756 ബ്രിട്ടീഷുകാർക്കെതിരെ നവാബ് ആദ്യമായിട്ട് മാർച്ച് നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തത്.
പക്ഷെ 1757 പല കാരണങ്ങൾ കൊണ്ട് റോബർട്ട് ക്ലൈവ് അതിബുദ്ധിമാനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അപ്പൊ റോബർട്ട് ക്ലൈവ് നിരന്തരം നവാബിനെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇടങ്ങാറാക്കിയിട്ടേ അങ്ങനെ കൽക്കത്തയിൽ ഒരു കോട്ട കെട്ടാൻ തുടങ്ങി. കൽക്കത്തയിൽ നവാബിന്റെ അനുവാദം ഇല്ലാതെ പിന്നെയും കോട്ട കെട്ടാൻ തുടങ്ങി. അങ്ങനെ പല പ്രവൃത്തികൾ കൊണ്ട് റോബർട്ട് ക്ലൈവ് ഈ നവാബിനെ സിറാജുദ്ദൗളനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവസാനം റോബർട്ട് ക്ലൈവിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ സിറാജുദ്ദൗള യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനെ സിറാജുദ്ദൗളയെ കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അത് തന്നെയാണ് റോബർട്ട് ക്ലൈവിന്റെ ആവശ്യം. അങ്ങനെ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിനെതിരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ബംഗാൾ യുദ്ധം പ്രഖ്യാപിച്ചു. റോബർട്ട് ക്ലൈവ് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറാജുദ്ദൗളയുടെ ആർമി ചീഫായിരുന്നു മിർ ജാഫർ. ആരായിരുന്നു? മിർ ജാഫർ ആയിരുന്നു കമാൻഡർ ഇൻ ചീഫ്. സിറാജുദ്ദൗളയുടെ ആർമിയുടെ ചീഫ് മിർ ജാഫർ ആയിരുന്നു. റോബർട്ട് ക്ലൈവ് ഈ മിർ ജാഫറുമായിട്ടൊരു സീക്രട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സിറാജുദ്ദൗളനെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയാണെങ്കിൽ മിർ ജാഫറിനെ അടുത്ത നവാബാക്കിയിട്ട് കൊണ്ടിരുത്താം എന്നുള്ള, ബംഗാളിന്റെ അടുത്ത നവാബാക്കിയിട്ട് മിർജാഫറിനെ ഇരുത്താം എന്നുള്ള വാഗ്ദാനം റോബർട്ട് ക്ലൈവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വീണ മിർജാഫർ, അധികാരമോഹിയായിട്ട് തന്നെ മിർജാഫർ നിന്നതുകൊണ്ട് മിർജാഫറും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒരു സീക്രട്ട് അലയൻസ് അവിടെ നടക്കുകയാണുണ്ടായത്. അങ്ങനെ ഇതൊന്നും അറിയാത്ത സിറാജുദ്ദൗള യുദ്ധത്തിന് റെഡിയായി ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് വരികയാണ്. പ്ലാസി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് അറിയപ്പെടുന്നത്. ജൂൺ 23 1757 യുദ്ധം നടക്കുന്നത്. ജൂൺ 23 1757 ഈ ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത്. പ്ലാസി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധമേ ആയിരുന്നില്ല. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മിർജാഫറിനെ വിശ്വസിച്ച സിറാജുദ്ദൗള യുദ്ധത്തിലേക്ക് വരുന്ന സമയത്ത് മിർജാഫർ വേറെ വഴി പോവുകയും ബ്രിട്ടീഷുകാരെ കൂടെ ചേരുകയാണ് ചെയ്തത്. സിറാജുദ്ദൗളയുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സിറാജുദ്ദൗള ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ യാതൊരുവിധ യുദ്ധവും ഇല്ലാതെ ബാറ്റിൽ ഓഫ് പ്ലാസി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിറാജുദ്ദൗള ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും പിന്നീട് വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിർജാഫറിന് കൊടുത്ത വാക്ക് പാലിക്കുന്നു. മിർജാഫറിനെ അടുത്ത നവാബാക്കിയോ. സിറാജുദ്ദൗള നാടുവിട്ടു പോയി. മിർജാഫറിനെ അങ്ങനെ അടുത്ത നവാബായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ നവാബാക്കിയിട്ട് മിർജാഫറിനെ ഇരുത്തുന്ന സമയത്ത് ഒരു ട്രീറ്റി, ഒരു കരാർ അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. അത് കരാറ് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് മാസം മാസം കപ്പം കൊടുക്കാം എന്നുള്ളതായിരുന്നു കരാർ. അതായത് ഇത്ര തുക മാസം കൊല്ലത്തിൽ ഇത്ര തുക മിർജാഫറിന് ബ്രിട്ടീഷുകാർക്ക് നൽകും. അങ്ങനെയാണ് മിർജാഫറിനെ അധികാരത്തിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞ ഒരു യുദ്ധമൊന്നും നടന്നിട്ടില്ല. യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിലേക്ക് നടക്കുമ്പോൾ നവാബിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് കമാൻഡർ ഇൻ ചീഫും കൂട്ടാളികളും വേറെ വഴി പോവുകയും അങ്ങനെ നവാബ് സിറാജുദ്ദൗള തോൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കും ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞാൽ. സിറാജുദ്ദൗളനെ കൊല്ലുന്നത് മിർജാഫറിന്റെ മകനായിട്ടുള്ള മിറാനാണ്. ആരാണ്? മിറാനാണ് കൊല്ലുന്നത്, ഈ സിറാജുദ്ദൗളനെ കൊല്ലുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ബംഗാളിന്റെ മീതെ ഒരു സ്ഥാനം ലഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്ക് ബംഗാൾ വളരെ റിസോഴ്സസ് ഉള്ള, വളരെ ആസ്തിയുള്ളൊരു നഗരമായിരുന്നു. ആ ആസ്തിയുള്ള നഗരത്തിന്റെ ആ ആസ്തി മൊത്തം അനുഭവിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കുകയാണ്. ഈ ബംഗാളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ആസ്തി, ബംഗാളിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള ഈ ആസ്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കർണാട്ടിക് യുദ്ധങ്ങൾ, അത് വേറൊരു യുദ്ധമാണ്, കർണാട്ടിക് യുദ്ധങ്ങൾ നയിക്കുകയും കർണാട്ടിക് യുദ്ധങ്ങളിൽ എടുത്ത് ചെലവാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ബംഗാളിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ, ഒരുപാട് സ്വത്ത് ഉണ്ടാക്കാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറഞ്ഞാലേ മിർജാഫർ കൊല്ലത്തിൽ കപ്പം കൊടുക്കണം ബ്രിട്ടീഷുകാർക്ക്. ഈ സ്ഥാനത്ത് നവാബാക്കി ഇരുത്തിയതിന് മാസം മാസം കൊല്ലത്തിൽ കപ്പം കൊടുക്കണം. അപ്പൊ അതൊരു വലിയ തുക തന്നെയായിരുന്നു മിർജാഫറിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കൊല്ലത്തിൽ കപ്പം കൊടുത്തു തുടങ്ങിയപ്പോൾ മിർജാഫറിന്റെ കീഴിലുള്ള ആ ഒരു ട്രഷറി എന്ന് പറയുന്നത്, ഖജനാവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതെ, ഖജനാവിൽ ഒറ്റ പൈസ ഇല്ലാത്തൊരവസ്ഥ അവിടെ വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഖജനാവ് കാലിയാവുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഖജനാവ് കാലിയായപ്പോൾ സ്വാഭാവിക
സ്വാഭാവികമായിട്ടും മിർ ജാഫറിന് പിന്നീട് ബംഗാളിലേക്ക് എന്താ പറയാ, ബംഗാളിന്റെ ഭാഗമായിട്ടുള്ള മിർ ജാഫറിന് ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ട്രഷറി കാലിയായി പിന്നെ കപ്പം കൊടുക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി. അപ്പൊ കപ്പം കെട്ടലും മുടങ്ങുന്നു കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, മിർ ജാഫറിനെ പുറത്താക്കിയിട്ട് മറ്റൊരു അധികാരിയെ കൊണ്ടുവന്ന് മിർ കാസിമിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. മിർ ജാഫറിന്റെ സണ്ണിൻലോയാണ് മിർ കാസിം. അങ്ങനെ മിർ ജാഫറിനെ പുറത്താക്കുകയും കമ്പനിയുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ മിർ ജാഫറിന് സാധിക്കാതെ വന്നപ്പോഴാണ് മിർ ജാഫറിനെ പുറത്താക്കുന്നത്. അങ്ങനെ മിർ കാസിമിനെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ കൊണ്ടുവന്നപ്പോൾ മിർ കാസിം എന്താ പറയുക, ബർദ്വാൻ, മിഡ്നാപൂർ, ചിറ്റാഗോൺ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഇംഗ്ലീഷ് എംപയറിന് വിട്ടുകൊടുക്കുകയും ഈ പ്രദേശങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് എംപയറിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ മിർ കാസിം അധികാരത്തിലേക്ക് വരുന്നു. പിന്നെ മിർ കാസിമാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് പ്ലാസി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ. അത് നടന്ന വർഷം 1764 1764 ആണ്. ബാറ്റിൽ ഓഫ് ബക്സർ ബാറ്റിൽ ഓഫ് പ്ലാസി പോലെയല്ല. ബാറ്റിൽ ഓഫ് ബക്സർ എന്താണ്, രക്തരൂക്ഷിത വിപ്ലവം തന്നെയാണ്, രക്തരൂക്ഷിത യുദ്ധം തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ബാറ്റിൽ ഓഫ് ബക്സറിൽ. ബാറ്റിൽ ഓഫ് ബക്സറിൽ പ്രധാനമായിട്ടും വരുന്നത് മിർ കാസിം ആണ് വരുന്നത്. അപ്പൊ മിർ കാസിം അധികാരത്തിൽ കയറിയപ്പോൾ മിർ കാസിം ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ പോലെ ആയിരുന്നില്ല. മിർ ജാഫറിനെ പോലെ ആയിരിക്കുമെന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിചാരിച്ചെങ്കിലും മിർ കാസിം കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം കുറെ നവീകരണങ്ങൾ, ഈ വാണിജ്യ രംഗത്ത് ഒരുപാട് നവീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതായത് കമ്പനികൾക്ക് വാണിജ്യത്തിന് കുറെ പെർമിറ്റുകൾ നൽകിയിരുന്നു. പെർമിറ്റുകളെ ദസ്തക്ക് എന്നാണ് പറയുക. വാണിജ്യത്തിന് നൽകുന്ന പെർമിറ്റുകളെ ദസ്തക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരുപാട് ദസ്തക്കുകൾ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൂടെ റീചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ ദസ്തക്കുകൾ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് മിർ കാസിം നോക്കാൻ തുടങ്ങി. അങ്ങനെ കൃത്യമായിട്ട് അവിടുത്തെ ട്രേഡ് സംവിധാനങ്ങൾ നല്ല രീതിയിൽ തന്നെയാണോ പോകുന്നതെന്ന് മിർ കാസിം നോക്കാൻ തുടങ്ങി. അതിനോടൊപ്പം തന്നെ മിർ കാസിം ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. ബ്രിട്ടീഷുകാരും മറ്റ് ഇന്ത്യക്കാരെ പോലെ തന്നെ ട്രേഡിൽ ഏർപ്പെടണം എന്നുള്ളത്, അതായത് നികുതികളൊക്കെ ബ്രിട്ടീഷുകാർക്കും ബാധകമാക്കണം എന്നുള്ളൊരു തീരുമാനവും മിർ കാസിം എടുത്തു. ഈ ഒരു തീരുമാനം ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും മിർ കാസിമിനെതിരെ തിരിയുകയും അതൊരു യുദ്ധത്തിൽ കലാശിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നത്. 1763 1763 ആദ്യം ബ്രിട്ടീഷുകാരും മിർ കാസിമും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ യുദ്ധത്തിൽ മിർ കാസിം തോൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മിർ കാസിം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും പിന്നീട് മിർ കാസിം ഒരു അലയൻസ് ഉണ്ടാക്കി. മിർ കാസിമും ഷുജാഉദ്ദൗളയും അതുപോലെ തന്നെ മിർ കാസിമും ഔദില നവാബും അതുപോലെ തന്നെ ഷാ ആലം സെക്കൻഡും. ഷാ ആലം സെക്കൻഡ് മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാ ആലം സെക്കൻഡ്. അപ്പൊ മിർ കാസിമും ഔദില നവാബും ഷാ ആലം സെക്കൻഡ് ഇവർ മൂന്നുപേരും കൂടി ഒരു അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു ജോയിന്റ് അറ്റാക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്താൻ ശ്രമിച്ചു. പക്ഷെ ഈ മൂന്നുപേരും ഒരുമിച്ച് നിന്നെങ്കിലും ഒരു ഏകീകരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിലും ഇവർ തോൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്ന് കൂട്ടരും കൂടെ മിർ കാസിമും നവാബ് ഓഫ് ഔദും ഷാ ആലം സെക്കൻഡും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ യുദ്ധമാണ്, ബ്രിട്ടീഷുകാർക്ക് നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് അറിയപ്പെടുന്നത്. 1764 അന്ന് ബ്രിട്ടീഷുകാരെ ലീഡ് ചെയ്തിരുന്നത് ഹെക്ടർ മുൻറോ ആണ് അന്ന് ബ്രിട്ടീഷുകാരെ ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഹെക്ടർ മുൻറോ വേഴ്സസ് ഔദില നവാബ്, ഷാ ആലം സെക്കൻഡ്, മിർ കാസിം ഇവരാണ് യുദ്ധത്തിലേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വിക്ടറി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ജയിക്കുന്നത്. ഈ വിജയത്തോട് കൂടിയിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഒരു പ്രധാനപ്പെട്ട അധികാരി തന്നെയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി ബ്രിട്ടീഷുകാർക്ക് ഒരു അടിത്തട്ട് നേടിക്കൊടുത്തപ്പോൾ ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർക്ക് പൂർണ്ണാധികാരം ബംഗാളിന്റെ മേൽ കിട്ടാനാണ് വഴിയൊരുക്കിയത്. ഓക്കെ, അതാണ് രണ്ട് യുദ്ധങ്ങൾ കൂടെ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബാറ്റിൽ ഓഫ് പ്ലാസിയും ബാറ്റിൽ ഓഫ് ബക്സറും. ഇനി ഇതിനു ശേഷം ബ്രിട്ടീഷുകാരായിട്ടുണ്ട് ഒരു ട്രീറ്റിയാണ്, ട്രീറ്റി ഓഫ് അലഹബാദ്. എന്താണ് ട്രീറ്റി ഓഫ് അലഹബാദ്? 1765 ഈ ഉടമ്പടി വരുന്നത്. ഈ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് റോബർട്ട് ക്ലൈവും ഷുജാഉദ്ദൗള ആൻഡ് ഷാ ആലം സെക്കൻഡ് ആണ്. റോബർട്ട് ക്ലൈവ് വേഴ്സസ് ഷുജാഉദ്ദൗള ആൻഡ് ഷാ ആലം സെക്കൻഡ് ഇവരാണ് ഈ ട്രീറ്റിയിൽ സൈൻ ചെയ്യുന്ന ആൾക്കാർ.
ഇത് പ്രകാരം ഔദ് ഷുജാഉദ്ദൗളയായിരുന്നു അന്ന് ഔദിലെ നവാബ്. ഷുജാഉദ്ദൗള മറ്റു രണ്ട് പേര് തമ്മിൽ മാറിപ്പോയത് ഷുജാഉദ്ദൗളയാണ് കേട്ടോ, ഷുജ. അപ്പം ഔദ് ഷുജാഉദ്ദൗളയ്ക്ക് തന്നെ വിട്ടു നൽകുകയാണ് ഈ ട്രീറ്റി പ്രകാരം. അപ്പോൾ ഈ ട്രീറ്റിയുടെ മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യുന്നത് റോബർട്ട് ക്ലൈവും ഷുജാഉദ്ദൗളയും ഷാലം സെക്കൻഡും കൂടിയാണ്. ഔദ് ഷുജാഉദ്ദൗളയ്ക്ക് തന്നെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഔദ് ഷുജാഉദ്ദൗളയ്ക്ക് വിട്ടു കൊടുക്കുമ്പോൾ പകരമായിട്ട് 50 ലക്ഷം കമ്പനിക്ക് ഷുജാഉദ്ദൗള തിരിച്ചു കൊടുക്കണം. അങ്ങനത്തെ അത് തിരിച്ചു കൊടുക്കണം. ദെൻ കോറ, അലഹബാദ് എന്നീ 2 ഡിസ്ട്രിക്റ്റുകൾ ഔദിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. ഏതൊക്കെയാണ് 2? കോറ, അലഹബാദ്. ഈ 2 നഗരങ്ങളും ബ്രിട്ടീഷുകാർ ഔദിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ ഔദിന് പ്രോമിസ് നൽകുകയാണ്, എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ആർമി ഔദിനെ സഹായിച്ചോളാം എന്നുള്ളൊരു വാഗ്ദാനവും നൽകുന്നുണ്ട്. ഇതാണ് ട്രീറ്റി ഓഫ് അലഹബാദിൽ ഔദുമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ കോറ ആൻഡ് അലഹബാദ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്നിട്ട് ഈ കോറ ആൻഡ് അലഹബാദ് പിടിച്ചെടുത്തിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അത് നേരെ മുഗൾ എംപയറിന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഔദിൽ നിന്ന് പിടിച്ചെടുത്ത കോറ ആൻഡ് അലഹബാദ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഗൾ എംപയറിന് കീഴിലേക്ക് കൊടുക്കുകയും അങ്ങനെ അത് കൊടുത്തിട്ട് മുഗളന്മാരുടെ അടുത്ത് നിന്ന് 26 ലക്ഷം രൂപ കൊല്ലത്തിൽ ഈടാക്കുകയും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വളരെ ബുദ്ധിമാന്മാരാണല്ലോ ഇവർ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതായത് ആദ്യം ഔദിനായിട്ട് ഒരു കരാറ് വെക്കുന്നു. ആ കരാറ് പ്രകാരം ഔദ് എന്ന് പറഞ്ഞ പ്രദേശം ആ ഭരണാധികാരിക്ക് ഷുജാഉദ്ദൗളയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഔദ് തിരിച്ചു കൊടുത്തിട്ട് അതിന്റെ പേരിൽ കുറെ പൈസ ഈടാക്കുന്നു. അതിനുശേഷം ഔദിൽ നിന്ന് 2 സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർ കൈക്കലാക്കി അത് അപ്പുറത്തുള്ള മുഗളന്മാർക്ക് കൊണ്ടുപോയി വിറ്റിട്ട് അവരിൽ നിന്നും പൈസ ഈടാക്കുന്നു. അപ്പൊ മൊത്തം ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്തിയിട്ട് ഒരുപാട് പൈസ ഈടാക്കുന്നവരായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, അതായിരുന്നു അവരുടെ ബുദ്ധി എന്ന് പറയുന്നത്. കൊല്ലം ഈ നാട്ടുരാജ്യങ്ങൾ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ അതായിരുന്നു ഒരു ട്രീറ്റി അതിൽ. ഇനി മറ്റൊന്ന് ട്രീറ്റി ഓഫ് അലഹബാദിൽ പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ ഈ 3 ടെറിട്ടറീസിൽ ഈ 3 നഗരങ്ങളുടെയും ദിവാൻ അധികാരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായിരിക്കും. അതും ആ ട്രീറ്റിയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ബംഗാളിന്റെ മീതെയുള്ള ഒരു ലീഗൽ റൈറ്റ് ടു കൺട്രോൾ ബംഗാൾ. അതാണ് ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. ബംഗാളിന്റെ മീതെയുള്ള നിയന്ത്രണത്തിന് നിയമപരമായിട്ടുള്ള അവകാശം ബ്രിട്ടീഷുകാർ നേടിയെടുത്തു എന്ന് നമുക്ക് ട്രീറ്റി ഓഫ് അലഹബാദിനെ പറയാം. അത് വരുന്ന വർഷം 1765 ഇതിനുശേഷം ബ്രിട്ടീഷുകാർ ബംഗാളിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു നിയമമാണ് ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. ബംഗാളിൽ ദ്വിതല ഭരണകൂടം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. 1765 തന്നെയാണ് ഈ ഡുവൽ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. എന്താണ് ഡുവൽ ഗവൺമെന്റ് എന്നതിനോട് ഉദ്ദേശിക്കുന്നത്? അതായത് ബംഗാളിന്റെ നവാബായിട്ട് ഒരു വ്യക്തി ഇരിക്കുന്നുണ്ട്. ഈ നവാബ് ബംഗാളിന്റെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും, ബംഗാളിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ആര് നൽകണം? ഈ നവാബ് നൽകണം. പക്ഷേ നികുതി ഈടാക്കാനും അതുപോലെ തന്നെ പലതരത്തിലുള്ള നികുതി ഈടാക്കാനും റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ബ്രിട്ടീഷുകാർക്കാണ്. മിലിറ്ററി കൈകാര്യം ചെയ്യാനുള്ള അധികാരവും അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥിതി കൈകാര്യം ചെയ്യാനുള്ള അധികാരവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യാതെ അല്ലെങ്കിൽ നികുതി പണം പിരിച്ച് റവന്യൂ ഇല്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ. റവന്യൂ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഒരു ടെറിട്ടറി മുന്നോട്ട് പോകുക എന്നുള്ളതിന്. അപ്പോൾ ഈ റവന്യൂ കളക്ട് ചെയ്യാനുള്ള ഒരു അധികാരം നവാബിനില്ല. നവാബിന്റെ പരിപാടി എന്താണ്? എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. പക്ഷെ എല്ലാ കാര്യങ്ങളും നവാബിന് കൃത്യമായി ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പണം മൊത്തം പിരിച്ചെടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞ സോഴ്സ് അവിടെ ആർക്കില്ല, അല്ലെങ്കിൽ ഇൻകം അല്ല, ഒരു വരുമാനത്തിനുള്ളൊരു മാർഗം ആർക്കില്ല, നവാബിനില്ല. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഭരണം നടത്തുന്നത് ഭരണാധികാരി എന്ന് പറയുന്നത് നവാബും, എന്നാൽ റവന്യൂ പിരിക്കുകയും മറ്റ് റവന്യൂ, മിലിറ്ററി, അതുപോലെ തന്നെ ക്രിമിനൽ ജൂറിസ്ഡിക്ഷൻ, ഇത് 3 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലിരിക്കുക. ഈ ഒരു ഭരണ വ്യവസ്ഥിതിനെയാണ് ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതായിരുന്നു ബംഗാളിൽ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബാറ്റിൽ ഓഫ് ബക്സറിലൂടെ നടത്തിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, അതിനുശേഷം വന്ന ട്രീറ്റി ഓഫ് അലഹബാദ്, ദെൻ ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു.